നമസ്കാരം. 2009 വരെ ശ്രീലങ്ക വലിയ വംശീയ കലാപത്തിന്റെ പിടിയിലായിരുന്നു. അവിടുത്തെ സിൻഹളീസിനും തമിഴന്മാർക്കും ഇടയിൽ നടന്ന ഈ കലാപത്തിന്റെയൊക്കെ തുടക്കം 1950-കളിലാണ്. ഭാരതത്തെ പോലെ ശ്രീലങ്കയും ഒരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു. അവിടുത്തെ ജനസംഖ്യയുടെ 75% സിൻഹളീസും 25% തമിഴരുമായിരുന്നു. ഈ ഭാരതത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് ചെയ്തതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ശ്രീലങ്കയിലെ ന്യൂനപക്ഷമായിരുന്ന തമിഴരെയും പ്രീണിപ്പിച്ചുകൊണ്ടേയിരുന്നു. സിൻഹളീസിന് ഇല്ലാത്ത അവകാശങ്ങൾ പലതും തമിഴർക്ക് കൊടുക്കുക, പല ഗവൺമെന്റ് തീരുമാനങ്ങളിലും സിൻഹളീസിനെ തഴയുക, തമിഴർക്ക് മുൻഗണന കൊടുക്കുക, ഇങ്ങനെ രണ്ട് സമുദായങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത രീതിയിൽ ഭാരതത്തിൽ എന്ന പോലെ ബ്രിട്ടീഷുകാർ ശ്രീലങ്കയിലും വേണ്ട വൃത്തികേടുകളിലൊക്കെ ചെയ്തു വെച്ചു. എന്നാൽ 48-ൽ ബ്രിട്ടീഷുകാർ ശ്രീലങ്ക വിട്ടുപോയതോടെ ഭരണം സിൻഹളീസിന്റെ കയ്യിലെത്തി. അതോടെ തമിഴർ ശ്രീലങ്കയിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. 58 ആയപ്പോഴേക്കും ശ്രീലങ്കയിൽ തമിഴ് വംശഹത്യ തന്നെ അരങ്ങേറി. തമിഴന്മാർ പരക്കെ ആക്രമിക്കപ്പെട്ടു, പലരെയും ജീവനോടെ കത്തിച്ചു, അവരുടെ വീടുകൾ കൊള്ളയടിച്ച് തീയിട്ടു. ശ്രീലങ്കയിലെ സിൻഹളീസും തമിഴരും ഈ രണ്ടു കൂട്ടരും സാംസ്കാരികമായി ഭാരതീയർ തന്നെയാണ്. രണ്ടു കൂട്ടരും ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കുടിയേറിയവരാണ്. ഏതാണ്ട് BC 3-ാം നൂറ്റാണ്ട് മുതൽ തമിഴ് കുടിയേറ്റം ശ്രീലങ്കയിലേക്കുണ്ട്. കൂടാതെ ധാരാളം തമിഴരെ ബ്രിട്ടീഷുകാർ അവിടുത്തെ തോട്ടങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 50-കളിൽ ശ്രീലങ്കയിൽ ഈ വംശീയ കലാപങ്ങൾ തുടങ്ങുമ്പോൾ അന്നത് വലിയ കലാപമല്ല, തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ഡിറ്റ് നെഹ്റുവാണ് ഭാരതത്തിന്റെ അന്നത്തെ പ്രധാനമന്ത്രി. ഒന്നുമല്ലെങ്കിൽ ശ്രീലങ്കയിലെ സിൻഹളീസും തമിഴരും ഒക്കെ അടിസ്ഥാനപരമായിട്ട് ഭാരതീയരല്ലേ? എന്നിട്ടും ഈ പ്രശ്നത്തിൽ ഇടപെടുവാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുവാനോ നെഹ്റു ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇതേ നെഹ്റു, ശ്രീലങ്കയിലെ കാര്യത്തിൽ ഇടപെടാത്ത നെഹ്റു, ഇതേ നെഹ്റു അങ്ങ് യൂറോപ്പിൽ ഏതെങ്കിലും ആഫ്രിക്കൻ അടി കിട്ടിയാൽ അവന്റെ അവകാശത്തിന് വേണ്ടി വാതുറക്കും. പക്ഷെ പാകിസ്ഥാനിലെ ഹിന്ദു വംശഹത്യക്കെതിരെയോ ശ്രീലങ്കയിലെ തമിഴ് വംശഹത്യക്കെതിരെയോ നെഹ്റു വാതുറക്കത്തില്ല. അദ്ദേഹം അന്നേരം നിശബ്ദത പാലിക്കും. ഇത് നെഹ്റുവിന്റെ ഒരു ടിപ്പിക്കൽ സ്വഭാവമായിരുന്നു. അതായത് തൊട്ടടുത്തുള്ള വർണ്ണ വിവേചനത്തിനോട് നിശബ്ദത പാലിക്കുക, അകലെ നടക്കുന്നതിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുക. ഇതിനൊരു മറ്റൊരു കാരണമുണ്ട്. അകലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ മതി, ഇടപെടണ്ട. എന്നാൽ തൊട്ടടുത്തുള്ളവയെ കുറിച്ച് സംസാരിച്ചാൽ ഇടപെടേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 50-കളിൽ തമിഴ് പ്രശ്നം ശ്രീലങ്കയിൽ തുടങ്ങിയപ്പോൾ നെഹ്റുവിന് അതിൽ ഇടപെടാമായിരുന്നു, അദ്ദേഹത്തിന് അത് പരിഹരിച്ചു കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു. അതല്ലേ സ്റ്റേറ്റ്സ്മാൻഷിപ്പ്? ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഒരു ലീഡറിന്റെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് പരീക്ഷിക്കപ്പെടുന്നത്. ആ പരീക്ഷണത്തിൽ നെഹ്റു പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിന് വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.